ഓക്കെ, അപ്പൊ പ്രേക്ഷകരെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാണ് മ്യൂസിക്കൽ വൈഫ്. അപ്പൊ 2 റൗണ്ടുകളായിട്ടാണ് നമ്മുടെ മ്യൂസിക്കൽ വൈഫില് ഈ ആഴ്ച നടക്കുന്നത്. ഏതൊക്കെയാണ് റൗണ്ടുകൾ? ഫ്രണ്ട്ഷിപ്പ് വൈബ്സ്, പിന്നെ നമ്മുടെ ഗ്രേറ്റ് മ്യൂസീഷ്യൻസിന് ഒരു ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ട് ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ട് ലെജൻഡ്സ് ഹിറ്റ്സ്, അങ്ങനെ 2 റൗണ്ടാണ് ഈ സ്റ്റേജിൽ നമുക്കുള്ളത്. അതെ, അപ്പൊ ഈ 2 റൗണ്ടുകളായിട്ടുള്ള കടുത്ത മത്സരമാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ ഈ കടുത്ത മത്സരത്തിന് വേണ്ടിട്ട് ജഡ്ജ്മെന്റിനായിട്ട് നമുക്ക് ജഡ്ജസിനെ സ്വാഗതം ചെയ്യണം. ആദ്യം തന്നെ ബിന്നി ചേച്ചി, സ്വാഗതം. ഔസേപ്പച്ചൻ സാർ, സുന്ദരിക്കുട്ട, ഓക്കെ, സ്വാഗതം. സ്വാഗതം. ശിവാംഗി, സ്വാഗതം. വെൽക്കം. മ്യൂസിക്കൽ വൈബ്സ്, സ്വാഗതം. വെൽക്കം. മീനാക്ഷി, സ്വാഗതം പറയാനല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് മത്സരം തുടങ്ങാം. നിന്നെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യം എന്തുള്ളത്? ഞാൻ വിളിച്ചപ്പോ ഞാനോട് തന്നെ സ്വാഗതം ചെയ്യാൻ വേണ്ടിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം. ഇനി അടുത്തതായി പെർഫോം ചെയ്യാനെത്തുന്നത് ലെജൻഡ്സ് ഹിറ്റ്സിലാണ്. അർച്ചന. ധര
അർച്ചന എങ്ങനെ നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. ആസ്വദിച്ചോ പാടുമ്പോ? ടെൻഷൻ കുറഞ്ഞു. ഒരു അവസാനത്തെ പാട്ടേലും ടെൻഷൻ കുറഞ്ഞത് ഒരു ദുഃഖത്തോടു കൂടിയാണല്ലോ പറയുന്നത്. അല്ല, ടെൻഷൻ അടിക്കാതെ പാടണമെന്ന് വിചാരിച്ചു. കുറച്ചെങ്കിലും കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ ശരി. ബിന്നി ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് നാളായി ഈ പാട്ട് കേട്ടിട്ട്. മോളെ ഒരു കാര്യം ചോദിച്ചോളൂ, മോള് ശ്രുതി നന്നായിട്ട് കേൾക്കാമായിരുന്നോ? നന്നായിട്ട് കേൾക്കാമായിരുന്നു. എന്റെ വോയിസ് കൂടുതലുള്ള പോലെ അത് ഇടയ്ക്ക് എവിടെയോ താളമാണോ എന്തോ കുറവ് പോലെ തോന്നി എനിക്ക്. എനിക്ക് എന്നാന്നോ ചേച്ചി, എനിക്ക് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്ത് പറയാൻ എനിക്ക് ഇച്ചിരി സമയം എടുക്കും. ഇതിപ്പോ കിട്ടുന്ന ആ ഒരു സമയം കൊണ്ട് എന്താ കൂടുതൽ കുറവെന്ന് പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ മാക്സിമം ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ഉള്ളതിലെങ്കിലും പാടാനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അച്ചോടാ, മോള് നന്നായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അർച്ചന ഒരു എന്താ പ്രശ്നം എന്ന് വെച്ചാ അവിടെ ഇവിടെ പല്ലവിയില് ഏകദേശം ഒരു സെമീറ്റോണില്ലേ ഭയങ്കരമായിട്ട് താഴെ ശ്രുതി. ഫസ്റ്റ് ചന്ദ്രകളഭം, ചാർത്തി ഉറങ്ങും തീരും, പൊഴിയും തീരും, ഇതെല്ലാം ഒരു ഞാൻ പറയാ ഏതാണ്ട് ഒരു 75 സെന്റ് കണക്കിനാണ് ഫ്ലാറ്റുകൾ വാങ്ങിക്കുന്നത്. കൊറേ 75 സെന്റിൽ ഫ്ലാറ്റ്. റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയോ? എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയത്. ഒരുപാട് ഫ്ലാറ്റുകൾ അത് ഈ ഫുൾ അനുപല്ലവിയിലും ഉണ്ടായിരുന്നു, കുറെ ചരണത്തിലും ഉണ്ടായിരുന്നു കുറെ. ഇപ്പൊ എന്താ പറയണേ, മോള് അർച്ചന പാടിയിട്ടുണ്ട്, നല്ല ആ ചാർത്തി ഉറങ്ങും തീരും, അതെല്ലാം നല്ല നല്ല ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം കിടക്കുകയാണ് അവിടെ, ശ്രുതിയുടെ പ്രോബ്ലം. എന്ത് ചെയ്യാൻ പറ്റും? സാറ് എന്താ പറയണേ? അതൊരു പ്രോബ്ലം ആണ്. വൈ ദാറ്റ് ഹാപ്പൻഡ്? അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് പല്ലവി ഓൾമോസ്റ്റ് യു ആർ ഇൻ പെർഫെക്റ്റ്. ഫീൽ ത്രൂ ഔട്ട് നന്നായിരുന്നു. ഈ പാട്ട് നല്ല ഫീലുകളാണ്. എന്റെ വരികളൊക്കെ കണ്ടില്ല. ഇനിയൊരു ജന്മം കൂടി തരൂ. എന്തൊരു ഈ മനോഹര തീരത്ത് ഇതിന്റെ അപ്പുറത്ത് വയലാർ സാർ എഴുതി വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതാണ്. അപ്പൊ ആ ഫീലൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ശ്രുതി എന്തുകൊണ്ടാണ് അവര് വായിക്കുന്നതും കറക്റ്റാണ് ശ്രുതി. കാരണം കീബോർഡിലൊന്നും ഒരിക്കലും ശ്രുതി ഫ്ലാറ്റ് ആക്കാൻ പറ്റില്ല. അവര് വിചാരിച്ചാലും പറ്റില്ല. ജപ്പാൻകാരൻ വരണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ. സാർ എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ഈ നിത്യഹരിതയിലല്ല, അത് കറക്റ്റാ. മാനസികങ്ങളുണ്ടോന്നുള്ളത് അങ്ങ് താഴെ പോയി. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ്. ഒന്ന് ജസ്റ്റ് വെറുതെ ശ്രുതി മാത്രട്ടാ. നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? മാനസ സരസുകളുണ്ടോ? മാനസ ഫ്ലാറ്റാണ്. മാനസ സി മോളെ പാ പാ ഗ പ പ പ ഗ പ ദ സ സ ഗ രി സ. മാനസ സരസുക മാനസ മോള് പറഞ്ഞ മാനസ മാനസ അല്ല മാനസ മാനസ പറഞ്ഞു. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ സാറേ. ഇപ്പൊ നമ്മളിങ്ങനെ പഠിച്ചോണ്ടായില്ല. ഞാൻ ഫ്രാങ്ക് ആയിട്ടൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു ഇയർ അല്ലേ പ്രോബ്ലം. എനിക്കൊരു സ്റ്റുഡന്റ് ഉണ്ട്. അപ്പൊ ആ കുട്ടി എന്ത് വെച്ചാൽ ഒരു ഇതില് ആ ഹെയർ എയ്ഡ് അത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ പാടാൻ നേരത്തെ ഇന്നിയറും 2 ഇതിലായിട്ട് വയ്ക്കും. ഇപ്പൊ ക്ലിയർ ആയിട്ട് ശ്രുതി കിട്ടുന്നുണ്ട്. അത് ഡോക്ടർ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു മാം. പക്ഷെ എനിക്ക് അത് വെക്കുമ്പോ ഭയങ്കര ബൂമിങ് ആയിട്ട്, എനിക്ക് ആദ്യം ഈ ചെവിക്ക് ഒരു ഇഷ്യൂ വന്നപ്പോ ഉള്ള ഒരു ബുദ്ധിമുട്ട്, തലക്കകത്തൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ. അപ്പം എനിക്ക് പിന്നെ അതിനകത്തുനിന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒന്ന് പഴയ രീതിയിലേക്ക്. അതല്ല, ഇനിയിപ്പോ അർച്ചന നാളെ ഒരുപാട് സ്ഥലത്ത് പാടേണ്ടതല്ലേ. അപ്പം ഇത് നമ്മൾ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ പാടുമ്പോഴത്തേക്കും അയ്യോ ശ്രുതി ഒരുപാട് ഇറങ്ങി പോകുന്നല്ലോ ആ കുട്ടിക്ക് എന്ന് അങ്ങനെ നാളെ ഒരാൾ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നു അത് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ കാണുള്ളായിരിക്കും. പിന്നെ അത് യൂസ്ഡ് ആവുമായിരിക്കും. കാരണം കറക്റ്റ് ആയിട്ട് അതിൽ പിടിച്ച് പാടാൻ പറ്റുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറയുമ്പോ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ഇങ്ങനെ വിഷമിക്കണ്ട. നമ്മൾ ഈ മാനസ സരസ് പാടുമ്പോഴേ മാനസ സരസു അങ്ങനെ പാടാണ്ട് മാനസ സരസുകളുണ്ടോ വളരെ പോസിറ്റീവായിട്ട്. അതായത് ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ
മാനസ സരസുഖ ആ നമ്മൾ അതിനോടെ അങ്ങനെ ഒരു മാനസ സരസുഖ ആ ഒരു ഫീല് കൊടുത്തു നോക്ക്. കുറച്ച് പരത്തി പാടാതെ ഒന്ന് ഒതുക്കി പാടി നോക്കിയാൽ ചിലപ്പോൾ കിട്ടും. ഒരു ട്രയലാണ് കേട്ടോ. ഈ നിത്യഹരിതയാം ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ. ഇപ്പൊ ബെറ്റർ ആവുന്നുണ്ട്. പക്ഷെ ഉണ്ടോലും പോയി അല്ലാതെ പോയാലും കുറച്ച് ഫ്ലാറ്റ് വന്നു. ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതൊന്ന് സംതിങ് യു ഹാവ് ടു ഡു. അത് ഇയർ പ്രോബ്ലം ആണോ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, താങ്ക് യു സർ. ശിവാംഗി. അർച്ചന, എനിക്കിപ്പോ ഒന്ന് ഏത് കൂട്ടി വെക്കണം ഏത് കുറച്ച് വെക്കണം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല എന്ന്. ആക്ച്വലി എനിക്കും ഈ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഏത് കൂടുതലുണ്ടാവും ഏത് കുറവാണെന്ന് എനിക്കും പറയാൻ പറ്റില്ലായിരുന്നു. ബിക്കോസ് ഞാനും അർച്ചനെ പോലെ ആരും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ആലോചിച്ച് ഓ ഓക്കെ ഓക്കെ മതി മതി വാ പോവാം അങ്ങനെയെന്ന്. പക്ഷെ എന്റെ കൂടെ ഇരിക്കുന്ന സിംഗേഴ്സ് എല്ലാരും ടൈം എടുത്ത് എന്താണ് കേൾക്കുന്നതെന്ന് അവർ ടൈം എടുത്ത് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ അതിൽ നിന്ന് പഠിച്ച വിഷയം എന്താന്ന് വെച്ചാ, നമ്മള് ഈ ചില സ്ഥലത്ത് കുറച്ച് സെൽഫിഷ് ആവണം. എല്ലാരും പറയും അയ്യോ ടൈമായി അടുത്തത് പാടണം അടുത്തത് നോക്കണം അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മൾ ആ സ്ഥലത്ത് എത്ര അതിന് നിറയെ ടൈം എടുക്കാൻ പാടില്ല. പക്ഷെ കുറച്ച് ടൈം എടുത്ത് നമ്മളും കുറച്ച് ഹോംവർക്ക് ചെയ്തിട്ട് ടൈം എടുത്ത് നമ്മൾക്ക് എന്താ കേൾക്കണം നമുക്ക് എന്ത് വേണോ ഫസ്റ്റ് അത് ചെയ്തിട്ടാണ് ഉള്ളവരെ പറ്റി ആലോചിക്കേണ്ട. ഈ കേസിൽ ഇതാണ് ഞാൻ അന്ന് പഠിച്ച ഒരു ഇത് ആക്ച്വലി ഒരു ഹാർഡ് ലെസൺ ഫോർ മീ. അതായത് ഈ ഭൂമിയില് നമ്മൾ ധാരാളമായിരിക്കണം, പക്ഷെ ചിലയിടത്ത് നമ്മൾ സെൽഫിഷ് ആയിരുന്നാൽ മാത്രമാണ് നമുക്ക് ജീവിക്കാൻ പറ്റും. ശിവാജി പറഞ്ഞ ഒരു വലിയ തത്വമാണിത്. അതായത് വളരെ പോസിറ്റീവ് ആയിട്ട് പറയുന്നത് എന്താണ്, നമ്മൾ സെൽഫിഷ് ആയിട്ടിരിക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും ജഡ്ജ്മെന്റ് കുഴപ്പമില്ല, തരക്കേടില്ലാത്ത ജഡ്ജ്മെന്റ് ആണ്. നമുക്കിനി മാർക്സിലേക്ക് കിടക്കാം. അർച്ചന കുട്ടി, എന്ത്? അർച്ചനയുടെ മാർക്ക് 91.5. അർച്ചന 91.5 ആണ് ഈ റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ റൗണ്ടിൽ എത്രയായിരുന്നു? 92 ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഘട്ടത്തിലെ 2 റൗണ്ടുകൾ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് 3 പേർക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. നിങ്ങൾക്ക് 3 പേർക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാവരും ഒന്ന് ഞെട്ടാൻ തയ്യാറായിക്കോളൂ. ഞങ്ങളിപ്പോ ഒരാളുടെ വോയിസ് കേൾപ്പിക്കും. അത് കണ്ടുപിടിക്കണം. ഗസ് ചെയ്യണം. നോക്കി ഗസ് ചെയ്യരുത് ശിവാംഗി. ഓക്കെ, പരിചയമുള്ള വോയിസ് ആയിരിക്കും. കണ്ണടച്ചൊന്ന് കേട്ടിട്ട് ഗസ് ചെയ്യാം. ഈസിയാണ്. മ്യൂസിക്കൽ വൈബ്സ് നിങ്ങളും. ഓക്കെ ഓക്കെ. സാവാഷ്. വൗ. ആരാ? കേട്ടിട്ടുണ്ട്. ഈ കുട്ടി ഭയങ്കരമായിട്ട് പാടും. ചിത്ര ചേച്ചിയെ പോലെ പാടുന്ന ഒരു കുട്ടി ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? പിന്നെ ഉറപ്പാണോ? ഉറപ്പാണ്. സർപ്രൈസ് പൊളിഞ്ഞു. എന്റെ അല്ലേ നിന്റെ അല്ലായിരുന്നു പ്ലാൻ. അറിയില്ലല്ലേ? എന്നാ ശിവാംഗിക്ക് സർപ്രൈസ്. ഞാൻ ഏറെ സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മി. ഈ കുട്ടി തന്നെ. ലക്ഷ്മി സോഷ്യൽ മീഡിയയില് ചിത്ര ചേച്ചിയുടെ ശബ്ദത്തിൽ ഇത് സ്വന്തം ശബ്ദം തന്നെയല്ലേ? അതെ. അപ്പോ പാട്ടറിയാത്തോണ്ടാ സംസാരിച്ചപ്പോഴും ചിത്രയുടെ സൗണ്ട് തന്നെ. അതാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വൈറലായ ഒരാളാണ് ലക്ഷ്മിയുടെ പാട്ട്. ഞാൻ ഇൻസ്റ്റയില് റീൽസ് നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ലക്ഷ്മിയുടെ. ഞാനത് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഈ കുട്ടി എന്ത് മ്യൂസിക്കൽ വേഫിൽ വരാത്തെ? ചേച്ചി ഞാനും കേട്ടിട്ട് കാണുന്നില്ല. സത്യമായിട്ട് ഞാൻ കണ്ടിട്ട് വിചാരിച്ചു യു ആർ അൻ എക്സലന്റ് സിംഗർ.
എക്സലന്റ് പെർഫോമർ. ലക്ഷ്മി, എന്റെ നമസ്കാരം കേട്ടോ. ഇത്രയും അധികം ഇത്ര അസാധ്യമായിട്ട് പാടുന്ന കുട്ടിയുടെ മുമ്പിൽ നമുക്ക് തൊഴു തന്നെ അതുക്കുള്ള പ്രൈസ്. ശബ്ദം മാത്രം കേട്ടിട്ടാണ് ഞെട്ടിയത്. കേട്ട് ഞെട്ടി, കണ്ടു ഞെട്ടാൻ പറ്റുമോ? തീർച്ചയായിട്ടും പാടാം. ഒരു പാട്ട്, നമുക്കൊരു പാട്ട് കേൾക്കാം. അതിനു മുമ്പ് ഇപ്പൊ പാടിയ ഒരു ഹമ്മിങ് ഒന്നുകൂടി പാടാം. പാടാം. അതുപോലെ അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് അറിയാൻ വേണ്ടിട്ടാണ്. അങ്ങനെയൊന്നുമില്ല, നല്ല ടെൻഷനുള്ള ആളാ. അല്ല, ഇപ്പൊ ടെൻഷൻ ഇല്ലാണ്ട് പാടിക്കുള്ളൂ. അത് അപ്പൊ പാടുമ്പോണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ഇല്ലാണ്ട് പാടണം. സബാഷ്. സംഗതി എനിക്ക് പ്രകാശ് ഉള്ളിലെ ഓർമ്മ വന്നു. പ്രകാശ് ഉള്ളൊരു ഹാർമോണിയത്തിൽ നമുക്കിത് ബാക്കിയും കൂടെ കേൾക്കാം. പിന്നെ കൊതി ഞാനത് ഫോണിലേ കേട്ടിട്ടുള്ളൂ. ഞാൻ ഭയങ്കര ഫാനാട്ടോ, ആദ്യം തന്നെ പറയണം. എനിക്കത് കേട്ടിട്ടേ ഭയങ്കര കൊതിയായിപ്പോയി. ബാക്കിയും കൂടെ കുറച്ച് കേട്ടാലോ? തീർച്ചയായിട്ടും. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം, കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം, മഴപ്പക്ഷി പാടും പാട്ടിൻ മയിൽ പീലി നിന്നെ ചാർത്താം, ഉറങ്ങാതെ നിന്നോടെന്നും ചേർന്നിരിക്കാം, കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. ഈ പാട്ടിരിക്കുന്നല്ലേ എന്റെ മൂത്ത വല്യമ്മ ഈ പാട്ട് പഠിക്കുന്ന ഈ പാട്ട് ഞാൻ പറഞ്ഞോണ്ടിരുന്നെ. എന്നിട്ട് പഠിച്ചോ? പഠിക്കണം. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ആരുടെ അടുത്താ പഠിക്കുന്നത്? ഇപ്പൊ പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറിന്റെ. ഓ, ഓക്കെ. നാട് എവിടെയാണ്? ഞാൻ പഠിച്ച വളർന്നതെല്ലാം ആലുവയിലാണ്. ഇപ്പോ തിരുവനന്തപുരത്ത് തന്നെയാണ്. വർക്ക് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും? ഞാൻ ആറ്റിങ്ങൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഹസ്ബൻഡ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. പേര് അനൂപ് അരവിന്ദ്. ലക്ഷ്മി, ഗാനമേളയ്ക്ക് എല്ലാം പോകുന്നുണ്ടോ? കച്ചേരി, ഗാനമേള? കച്ചേരി ചെയ്യാനുള്ള ശ്രമം നടത്താറുണ്ട്. ഗാനമേള അങ്ങനെ അധികം പോവാറില്ല. ഏത് ശ്രുതിയിലാ പാടുന്ന കച്ചേരി? ഞാൻ ബിയിലാ പാടുന്നത്. വെരി ഗുഡ്. ഞാനും കച്ചേരി ഷാർപ്പ് ബി. അത് കാരണം എന്താന്ന് വെച്ചാല് ഇതിലേക്കും കൂടെ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എല്ലാം പാടാൻ പറ്റുന്ന ഒരു പിച്ച് അതായിരിക്കും. അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഇത് കളഭം എളുപ്പം പാടാൻ പറ്റത്തില്ല. അത് എനിക്ക് തോന്നുന്നു രവീന്ദ്രനാഥ് സാറിന്റെ അടുത്ത് പഠിക്കണം. അദ്ദേഹത്തിന്റെ ട്രെയിനിങ് ആയതുകൊണ്ടായിരിക്കും അതിന് ഇപ്പം ഒരു 5 വർഷമേ ആയിട്ടുള്ളൂ പഠിച്ചു തുടങ്ങിയിട്ട്. അതിന് മുന്നേ ഞാൻ ആലുവയില് പല ഗുരുക്കന്മാരുടെ അടുത്തായിട്ടാണ് പഠിച്ചത്. എന്റെ സ്കൂളിലെ മ്യൂസിക് ടീച്ചർ തന്നെയാണ് ആദ്യം എന്നെ പഠിപ്പിച്ചു തുടങ്ങിയത്. ഓക്കെ. ചിത്ര ചേച്ചി എന്തോ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഇത് കേട്ടിട്ട് ചിത്ര ചേച്ചി ഇഷ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വലിയൊരു കാര്യല്ലേ? അതെ. ഇത് കണ്ടോണ്ടിരിക്കുന്ന അല്ല, ഇത് കേട്ടവും കണ്ടിരിക്കുന്ന മ്യൂസിക്കൽ വൈബ്സിന്റെ ഉള്ളിൽ നെഞ്ചിടിപ്പാ. എന്റെ ചേർത്തിരിക്കോ റീൽസ് എന്നാ ചിത്ര ചേച്ചി റിയാക്ട് ചെയ്തത് കേൾക്കണുണ്ടോ നിങ്ങളിതൊക്കെ? വേറൊരു പാട്ട് പാടുക.
നളിന നയനാ പ്രണയവിരഹം നിറഞ്ഞ വാഴി പോരുമോ വീണ്ടും മാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി മിഴിനീർ വഴിയും വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ. ഇവിടെ judges എണീറ്റ് നിൽക്കുന്നത് അതെ. ഏറ്റവും വലിയൊരു മൊമെന്റ് ആണ് കേട്ടോ. അത് നമ്മുടെ മ്യൂസിക്കൽ വൈബ്സിന് അറിയാം. ഞങ്ങൾ ഗസ്റ്റ് വരുമ്പോ എണീക്കാറില്ല. അതെ. ഇത് പക്ഷെ ഗസ്റ്റ് ആണെന്ന് തോന്നണില്ല. എന്താണിത്? താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അല്ല ഞാൻ അത്ഭുതപ്പെട്ടത് മറ്റൊന്നുമില്ല. നമ്മൾ ഈ വോയിസിലുണ്ടല്ലോ വോക്കൽ കോഡിൽ ഹ്യൂമൻ വോയിസിന് ഒരുമിച്ച് ഇങ്ങനെ നിരങ്ങിപ്പോകുന്ന ശ്രുതിയിലാണ് പോകുക. അതിന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുക. എന്താണെന്നറിയോ, ഫ്രെറ്റ്സ് ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. അതായത് അടുത്ത സ്വരം ഈ ടോൺസ് ഇങ്ങനെ പോകുന്നത് എല്ലാ സ്വരങ്ങളിലും കറക്റ്റായിട്ട് ആ പിച്ചിൽ തന്നെ ഇങ്ങനെ കൈകൊണ്ട് പിയാനോയിൽ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഹാർമോണിയിൽ തട്ടി കിടുകിടുകിടുകിടുകിടുകിടു പോവില്ലേ. ഒരിക്കലും തേയ്മാനം സംഭവിക്കുന്നില്ല സംഗതികൾക്ക്. അതെ. താങ്ക് യു സർ. അല്ല, എന്റെ ക്വസ്റ്റ്യൻ ഈ മ്യൂസിക്കൽ വൈഫിൽ വന്നൂടെ? ആ, ഞങ്ങളെ നമുക്കൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഇട്ടാലോ? പേടിയാ, ഞാൻ ഇങ്ങനെ പാടിക്കോളാം. ഞാനിങ്ങനെ പറയും ഇപ്പം ശ്രേയ ഘോഷാൽ ഇവരെല്ലാരും ഇങ്ങനെ പാടി വോയിസ് ഒക്കെ കേൾക്കുമ്പം കഴിഞ്ഞ ജന്മത്തിൽ ഇവർ കുറെ അനാഥാലയങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം കലകളിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു സംഗീതമാണ്, കലകളിലെ വിശിഷ്ടമായത്. അത് പാടാൻ കിട്ടുക എന്നൊക്കെ പറയണത് അത്രയധികം പുണ്യം ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഇതുപോലെ ഒരു തേനഭിഷേകമൊക്കെ ചെയ്ത് എല്ലാവരും ഒരുപാട് പുണ്യങ്ങൾ ചെയ്ത് വന്നൊരു കുട്ടിയായിട്ടാണ് ലക്ഷ്മി. അത് തന്നെ പറഞ്ഞു വന്നെ. ഈ ജന്മം അങ്ങനെ ഒരു നല്ല ജന്മമാക്കി ഒരു 100-150 വയസ്സ് വരെ ലക്ഷ്മി ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കണം. ഞങ്ങളുടെ ബ്ലെസ്സിങ്സ്. താങ്ക് യു സോ മച്ച്. ശിവാംഗി ശിവാംഗി. ഇഷ്ടപ്പെട്ടോ? ശിവാങ്കി ഇങ്ങനെ മരവിച്ചിരിക്കുക. ഞാനില്ലേ തിരിച്ച് ബ്രേക്ക് ടൈമിൽ പോയി ഈ മുടി കേളിയാന്ന് വിചാരിച്ചു. പക്ഷെ ഈ പാട്ട് കേട്ട് എന്റെ മുടി ഓട്ടോമാറ്റിക്കാ കേളെ. അത്ര എനിക്ക് ഒന്നും എനിക്ക് ഒരിടത്തിൽ ഇരിക്കാനേ പറ്റില്ല. ഒരു സംഗതി ഞാൻ കേൾക്കുള്ള നിങ്ങൾ പാടിയാ തീർത്തു. അത്ര സൂപ്പർ ഉണ്ടായിരുന്നു. ഞാൻ ആരുമില്ല പറയാൻ പറ്റും. നിങ്ങൾ വേറെ എവിടെയോ ഇരിക്കണ്ടേ? സീരിയസ്ലി ഞാൻ പറയാൻ എന്റെ ഇതിരിക്കുന്നല്ലേ ദൃഷ്ടി എനിക്ക് പുല്ലരിച്ചു പോയി. എന്റെ മണ്ട ഇരിക്കുന്നല്ലേ എന്റെ മുടി അത് ഇരി പൊങ്ങിപ്പോയി. താഴ്ന്നില്ല, അത്ര സൂപ്പറാണ്. രോമാഞ്ചം വന്നു, അതല്ലേ ഉദ്ദേശിച്ചേ? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഈ കോമ്പറ്റീഷനിലൊന്നും അധികം മത്സരിക്കാൻ പേടിയാണ് അല്ലേ? കുറച്ച് പേടി ആണ്. ഇതിനു മുമ്പ് ഒറ്റ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹം ഒന്നും വന്നിട്ടില്ല? ഇല്ല. സ്കൂൾ കാലഘട്ടങ്ങളിൽ വല്ല കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാറുണ്ട്? സ്കൂളില് യുവജനോത്സവം അങ്ങനെയൊക്കെ പോവായിരുന്നു. പോകാറുണ്ട്. പിന്നെ ഒരു ബ്രേക്ക് വന്നതിന് ശേഷമാണ് ആ ഒരു പേടിയൊക്കെ വന്നത്. കല്യാണം കഴിഞ്ഞപ്പോ പേടിയൊന്നും പേടി കൂടി? കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ തിരിച്ചു വന്നത്. ആക്ച്വലി അതിന് വലിയൊരു താങ്ക്സ് ഹസ്ബൻഡിനോട് വേണം പറയാൻ. ഇവിടെ ഇതേ അതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഹസ്ബൻഡ്സ് ആണ് ഇവരുടെയും അതെ. അല്ലെ ബാക്ക് ബോൺസ്. ഭാര്യമാർ അത്രയും സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഭർത്താക്കന്മാരും കൂടി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷോ വേദിയിൽ മുൻപോട്ട് വന്ന് പോകുന്നത്. ഇങ്ങനെ ഇത്രയും നല്ല ജഡ്ജസിന്റെ മുന്നിൽ പാടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് സാർ. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതെ. ഓക്കെ, നമ്മൾ അപ്പൊ എന്തായാലും ലക്ഷ്മി വന്ന എല്ലാരും ഞെട്ടിച്ചു. ഒരു ഹമ്മിങ് കൂടെ എന്റെ തീർച്ചയായിട്ടും അതാണ് പറയാൻ വന്നത്. 1, ഒരു 2, ചെറിയൊരു 3 humming എത്ര കൂടി. മണിക്കായി? അതെ. ആ സാബാഷ് സാബാഷ്. വണ്ടർഫുൾ. ഇതേ
ബ്ലൂമന്തിങ് ഗബ്ലാജികം ഇത് ചേച്ചിയുടെ ഏറ്റവും വലിയ വാക്കാട്ടോ ഇവിടുത്തെ. ലിഞ്ചു പുവതാരി അല്ല ലവഞ്ഞ മോത്തി മോത്തിലു അല്ല പിന്നെ അല്ലാതെ കേട്ട വായത്തൊന്ന് കോവയ്ക്ക് പാട്ടൊക്കെ ആയിട്ട് തോന്നും, പക്ഷെ ഇതിന് കുറെ അർത്ഥങ്ങളുണ്ട്. അല്ല, ലക്ഷ്മിക്ക് ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല, അതെ. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേടിയാണെങ്കിൽ ഓക്കെ പങ്കെടുക്കണ്ട, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങളെ എല്ലാരും ഇങ്ങനെ ത്രില്ലടിപ്പിക്കണം, സന്തോഷിപ്പിക്കണം. തീർച്ചയായിട്ടും. ഇടയ്ക്ക് വന്ന് ഓരോ പാട്ട് ഞങ്ങൾക്ക് പാടിത്തരാം. തീർച്ചയായിട്ടും. ഓക്കെ, ലക്ഷ്മി എന്തായാലും ഒരുപാട് സന്തോഷം. ലക്ഷ്മിയെ നേരിട്ട് കാണാൻ സാധിച്ചത് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് കരുതുന്നു. താങ്ക് യു സോ മച്ച്. മലയാളികൾ എല്ലാരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലക്ഷ്മിയുടെ പാട്ട്. അപ്പൊ എന്തായാലും ഈ ഒരു യാത്ര തുടരട്ടെ. അതെ, കേട്ടോ, ഈ സംഗീത യാത്രയിൽ ഞങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിക്കട്ടെ ലക്ഷ്മിനെ. കേട്ടോ, താങ്ക് യു സോ മച്ച്. Okay. താങ്ക് യു സർ. താങ്ക് യു മാം. പിന്നെ ഇടയ്ക്ക് വരണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ബൈ. ഇനി നമുക്ക് കുറച്ച് വൈബ് ആവാം. ഫ്രണ്ട്ഷിപ്പ് വൈബ് അല്ലേ? ഓ. ഫ്രണ്ട്ഷിപ്പ് വൈബ്സ് എന്ന റൗണ്ടിൽ പെർഫോം ചെയ്യാനായി എത്തുന്നു രമ്യ. ബം ഹബം ഭം ബം ഹബം ഭം ബം ഹബം 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 ഭം ബം ഹബം ഭം
മത്താപ്പൂ കലക്കി. ആ സമയത്ത് രാത്രി ചേച്ചി അവിടെ നിന്ന് തലേക്ക് ഈശ്വര അത് കൈ നട്ടതാണോ? ആ എനിക്ക് അപ്പോഴേ ദൈവം എനിക്ക് ഇഷ്ടമായിട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ പാട്ടില് അങ്ങോട്ട് വരുമ്പോ നമ്മൾ അങ്ങോട്ട് അടിച്ചു പൊളിക്കണല്ലേ, ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് പാടണല്ലോ. നന്നായി പാടിയിരുന്നു രമ്യ. നല്ല ആറ്റിറ്റ്യൂഡ് വാസ് എക്സലന്റ്. ആ തുടക്കത്തിൽ മാത്രമേ ആ ബം 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 അതിലെന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പോലെ തന്നെ. ഈ പാട്ടിന്റെ ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോർഷനാണത്. ബം ഹബം ഭം ബം ഹബം ഭം ബം ഹബം 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 ഭം ബം ഹബം ഭം. ഇപ്പൊ കറക്റ്റ്. അത് അതേമാതിരി ആ സമയത്ത് എന്തോ പെട്ടെന്ന് എന്തോ ഒരു വഴിതെറ്റി പോകുന്ന പോലെ ബം ബം അല്ല ബം ബം. പിന്നെ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, എന്താണ് പള്ളിക്കുടമുറിയിൽ ഇരുകൈയും കൂപ്പിയെന്ന്, അതൊക്കെ അടിച്ച് പൊളിച്ച് ഭയങ്കര ആവേശത്തോടു കൂടിയാണ് പാടുന്നത്. നമ്മൾ പറന്ന് പാടുകയാണ്. നമ്മൾ മേലോട്ട് പൊന്തുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ശ്രുതിയും മേലോട്ട് പൊന്തുന്നുണ്ടായിരുന്നു. ഇത്തിരി ഷാർപ്പ്. ഞങ്ങൾ സാധാരണ ഫ്ലാറ്റാ പറയരുത്, ഷാർപ്പ്, കുറച്ച് ഷാർപ്പാവുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ഓവർ ഫോഴ്സ്ഡ് കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഓവർ ഫോഴ്സ്ഡ് കൊടുക്കുമ്പോഴും നമ്മൾ ആ ശ്രുതിയിലൊന്ന് ശ്രദ്ധിച്ച് അതിൽ നിന്നുകൊണ്ടുള്ളൊരു ഫോഴ്സും ആറ്റിറ്റ്യൂഡും വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ കുറേ കൂടി ബ്യൂട്ടിഫുൾ ആണ്. യു സാങ് ഇറ്റ് വെരി വെൽ. നല്ല ജില്ലായിട്ട് പാടി, അതിലൊന്നും കുഴപ്പമില്ല. അത് മാത്രമാണ് എനിക്ക് തോന്നിയത്. അത് രണ്ട് ചരണത്തിലും ആ ഫസ്റ്റ് പോർഷൻ പറ്റം ചേർന്ന് നമ്മൾ അവിടെയും പെട്ടെന്ന് ഷാർപ്പാവുന്നുണ്ടായിരുന്നു വോയിസ്. അത് കേൾക്കുമ്പോൾ അറിയാം. യു അണ്ടർസ്റ്റാൻഡ്? അവസാനത്തെ സംഗതി ഇടാൻ ശ്രമിച്ച ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു വിൽ പവർ, ദാറ്റ് വാസ് എക്സലന്റ്. ഓൾ ദി ബെസ്റ്റ്. സോ മച്ച് ചേച്ചി. രമ്യ, ലാസ്റ്റ് എപ്പിസോഡിൽ രമ്യക്ക് ഇത് തൊണ്ട വയ്യായിരുന്നു എന്നൊക്കെ കുറിച്ച് പറഞ്ഞില്ലേ? കഴിഞ്ഞ തവണ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു, കാക്കാ പൂച്ച പാടിയ സമയത്ത് അന്നേരം തന്നെ എനിക്ക് സ്ക്രാച്ച് വീഴുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതേപോലെ തന്നെയാണ് സ്കൂളിലേക്ക് ടീച്ചറാണ് ഞാൻ. അപ്പോൾ പോർഷൻസും കുറച്ച് ഇവിടെ വരുന്നത് കൊണ്ട് കുറച്ച് പോർഷൻസും ഇങ്ങനെ പെൻഡിങ് ആയി കിടക്കുന്നതുകൊണ്ട് രാവിലെ ഒരു 9:30 തൊട്ട് 3:30 അല്ലെങ്കിൽ 4 ആ ഒരു ടൈം വരെ നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ ആ പോർഷൻ തീർക്കാൻ വേണ്ടി കഷ്ടപ്പെടണം. അപ്പൊ അതിനുശേഷം തന്നെ ഫസ്റ്റ് ഡേ തന്നെ അവിടെ ചെന്ന് അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ എന്റെ സൗണ്ട് അടഞ്ഞു. പിന്നെ കണ്ടിന്യൂസ് ഈ അടഞ്ഞ സൗണ്ട് കൊണ്ടാണ് അടുത്ത ദിവസം എടുക്കുന്നത്. ഒരു റെസ്റ്റ് കിട്ടിയിട്ടില്ല. പിന്നെ എനിക്കത് റെസ്റ്റ് ഇല്ലാണ്ട് ത്രോട്ട് അൾസർ ആയത്. അങ്ങനെ പിന്നെ 15 ദിവസം കണ്ടിന്യൂസ്. പക്ഷെ ഞാൻ പറയാൻ ചോദിച്ചത് ഇന്ന് അതൊന്നും അറിഞ്ഞില്ല പാട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചത് കൊണ്ടാ പറഞ്ഞാൽ ഞാൻ പറയും. അല്ല, അങ്ങനെ ഇരുന്നിട്ടും ഇന്ന് നന്നായി പാടി, നല്ല പവർഫുൾ ആയിരുന്നു. ബട്ട് ചരണമാണ് എനിക്ക് കൂടുതൽ തോന്നിയത്. സാറ് പറഞ്ഞ തന്നെ ആ ഒരു ഷാർപ്പ് ആവാനുള്ള ടെൻഡൻസി ഇടയ്ക്കിടയ്ക്ക് ഷാർപ്പ് ഉണ്ടായിരുന്നു. രാജാ സാർ ഇതിനകത്ത് 2-3 രാഗം പരീക്ഷണങ്ങൾ, പുതിയ രാഗങ്ങളൊക്കെ കൊണ്ടുവന്നു. രുക്മാംബരി എന്നുള്ള സരി ഗപനി സാ സനി പഗരി സാ സരി എന്ന് പറഞ്ഞാൽ അത് ഹംസുദിനെ സരി ഗപനി സാ സനി പഗരി സാ സനി പഗരി സാ. ആ കീർത്തനം ഓർമ്മയുണ്ടോ? ശ്രീവിദ്യാമ്മ സ്റ്റേജിൽ പാടുന്ന ഒരു കീർത്തനം. ശ്രീ ശിവസുത ഹീറോയിന്റെ പേര്, അമലയുടെ പേര് മായാവിനോദിനി. മായാവിനോദിനി എപ്പോഴൊക്കെ സ്ക്രീനിൽ വരുന്നു അപ്പോഴൊക്കെ BGM മായാവിനോദിനി രാഗമായിരിക്കും. ഓ, നിരോഷ്ഠയിൽപ്പെട്ട ഒരു രാഗമാണ് കേട്ടോ. ഡെയിൻ നിരോഷ്ഠ എന്താ? മായും പായും ചുണ്ടു കൂട്ടുമുട്ടില്ല. സരീഗ ധനി സനിധ ഗരീസ സരീദാനി സരീ സരീഗ ധനി സനിധ. ഇത് വരും. അമല വരുമ്പോഴെല്ലാം, മായാവിനോദിനി വരുമ്പം ധാനി സനിധ ഗരീ സരിഗ. ഞാനിത് എന്താണത് തപ്പി നോക്കിയത് എന്നാണ്. ഒരു 25 വർഷം മുമ്പ് ഞാനിത് TV കണ്ടോണ്ടിരുന്നപ്പം ഞാനും കൃഷ്ണനും കൂടെ തേടി നോക്കിയപ്പം ഞങ്ങള് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അസ്തപ്രജ്ഞരായിട്ടിരുന്നു പോയി. രാഗായിസ് മായാവിനോദിനി. ഈ മനുഷ്യൻ ഇത് എന്താണ്? ഒരു മായാവിനോദിനി എന്നൊരു ക്യാരക്ടർ നെയിം ഉണ്ടെന്ന് വിചാരിച്ച ആ രാഗം തന്നെ അദ്ദേഹം ചൂസ് ചെയ്തിരുന്നു. അത് ചുണ്ട് സരിഗ ധനിസ കണ്ടോ, മാ പാ ഇല്ല, ചുണ്ട് കൂട്ടുമുട്ടാത്ത നമുക്ക് 36 രാഗങ്ങളുണ്ട്. അതിലെ ഒരു രാഗമാണ് ഈ മായാവിനോദ്. അപ്പൊ പഠിച്ചല്ലോ എല്ലാരും. ഡെയിൻ പറ. മായാമോഹിനി. മായാവിനോദിനി. വിനോദിനി. നന്നായിരുന്നു കേട്ടോ.
ഈ മായാമോഹിനി എന്ന ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മായ മോഹിനി അല്ല ഒച്ച മായ ഓ, വിനോദിനി. sorry, ഇവിടുന്ന് കിട്ടിയ കണക്ഷൻ ആയിപ്പോയി sorry. ഈ മുല്ലപ്പൂ കൊടിയേറ്റി കിടക്കും. മായാ വിനോദിനി എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അതായത് ഇപ്പോ ഒരു അവയർനെസിന്റെ ഭാഗമായിട്ട് കരുതൽ എന്ന് പറയുന്ന ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ട്. അതെ. ഔസേപ്പച്ചൻ സാർ അതിനെ കുറിച്ച് കൂടുതൽ അത് നമ്മള് ആ video- പറയേണ്ടതാണ്. നമുക്കൊരു നല്ലൊരു മെസ്സേജാണ്. ഇന്നത്തെ കാലത്ത് ഈ സ്കൂൾ കുട്ടികളുടെ എന്താണ് കൂട്ടുകെട്ടിൽ നിന്നൊക്കെ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ വളരാനുള്ള പാരൻസ് അറിയുന്നില്ല. സ്കൂളിൽ പോയി കുട്ടികൾ വരുന്നു, തുടക്കത്തിൽ അറിയില്ല, കുറച്ച് കഴിയുമ്പോഴാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മനസ്സിലാവുക. അപ്പം അത് ആദ്യം ഞങ്ങൾ ഈ ഒരു പ്രൊഫസറുണ്ട്, ഒരു സ്കൂൾ ടീച്ചറാണ്. അദ്ദേഹത്തിന് യാതൊരു മോണിറ്ററി ബെനിഫിറ്റോ അല്ലെങ്കിൽ പേരോ ഒന്നും ആവശ്യമില്ല. അദ്ദേഹം ഒരു സ്കൂൾ ടീച്ചറാണ്. നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് കുട്ടികൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു ആൽബം ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വിളിച്ചു. ശരി, ഞാനും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെയ്തപ്പോൾ ജോഫി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഉടനെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, റഫീഖ് അഹമ്മദിനെ കൊണ്ട് വരികൾ എഴുതിക്കാം. സന്തോഷമായി, റഫീഖാണ്. അങ്ങനെ റഫീഖ് വരികൾ എഴുതി തന്നു, ഞാൻ ഈണം കൊടുത്തു. ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഫേവർ ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആഡുകൾ ചെയ്യുന്ന അറിയാം, ആളാണ്. എന്റെ മാഷ. അതെയാ, എന്താ മാഷ്? അദ്ദേഹം എന്നെ ഒരു മാ- കോളേജില് അത് പഠിപ്പിച്ച മാഷ. പഠിപ്പിച്ചിട്ട് അദ്ദേഹം അപ്പൊ അതുകൊണ്ടാണോ അയാള് രാജിവെച്ച് പോയത്? ഇല്ല, ആ കോളേജിൽ നിന്ന് മാറി അദ്ദേഹം രാജിവെച്ച് പോയെന്നാ എന്നെ പറയുന്നത്. സിനിമ പഠിപ്പിച്ച മാഷ. അതെയാ, ആ. അമ്മോ. അദ്ദേഹം നന്നായിട്ട് വിഷ്വലൈസ് ചെയ്ത് പാടിയിരിക്കുന്നതാണ്. ഞാനൊരു ട്രാക്ക് പാടാനായിട്ട് ഞാൻ വെറുതെ എൻ്റെ അടുത്ത് ഗിറ്റാറൊക്കെ കുറേശ്ശെ വായിക്കാനായിട്ട് എൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് വന്നു. അത് രണ്ടാമത്തെ തലമുറയാണ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ തലമുറ എന്ന് പറയുന്നത് ഗോപി സുന്ദറായിരുന്നു. എൻ്റെ അടുത്ത് 10-15 കൊല്ലം അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത്. ഗോപി കല്യാണം കഴിച്ചു, മക്കളുണ്ടായി. ആ മക്കൾക്ക് 17 വയസ്സ് 18 വയസ്സായി. അവൻ ഗിറ്റാർ വായിക്കും. അപ്പോൾ മുത്തച്ഛൻ എൻ്റെ അടുത്ത്, എൻ്റെ ക്ലാസ്മേറ്റാണ്, എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പേരക്കുട്ടീനെ ഒന്ന് കൂടെ കൂട്ടണം. മകൻ നമ്മളുടെ കൂടെ കൂടി ഇപ്പോൾ വളർന്ന് പന്തലിച്ച് പന്തലിച്ചു. വലിയ രീതിയിൽ പോയി. അപ്പോൾ പേരക്കുട്ടീനെയും എൻ്റെ കൈ കൊണ്ട് തന്നെ ശിക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ എനിക്ക് തൽക്കാലം പാടാനായിട്ട് ഇതൊരു പിള്ളേരുടെ പാട്ടല്ലേ, ഒരു സ്റ്റൈലായിട്ട് ആയിക്കോട്ടെ, ഞാൻ പാടിക്കഴിഞ്ഞാൽ സീരിയസ് ആവും എന്ന് ഇവനെ കൊണ്ട് പാടിച്ചപ്പോൾ നല്ല രസമായിട്ട് പാടി. ഒരു ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡ്. 17 വയസ്സുള്ളൂ, ഗിറ്റാർ വായിക്കുന്നവനാ. അങ്ങനെ അത് ആൽബം കഴിഞ്ഞു. പക്ഷെ അത് എന്തുകൊണ്ടോ ആ ആൽബം വിചാരിച്ച പോലെ ഞങ്ങൾക്ക് വൈഡായിട്ട് നോട്ടീസബിൾ ആയില്ല. കാരണം അതിന്റെ പ്രമേയം അങ്ങനത്തെയാണ്. ഇന്നത്തെ കുട്ടികൾക്കൊന്നും അങ്ങനത്തെ ചിന്താഗതികളില്ലല്ലോ. അവരൊക്കെ വളരെ കെയർഫുൾ ആയിരിക്കും അത്തരം കാര്യങ്ങളിൽ. അപ്പോഴാണ് ഇപ്പൊ ഈ നമ്മുടെ നാട് മുഴുവൻ എന്നും പേപ്പർ വായിക്കുന്ന കുട്ടികൾ ഈ ഡ്രഗ്സിന് അഡിക്റ്റായി ഒരുപാട് നശിച്ചു പോകുന്നു. അപ്പൊ ഇത് പറഞ്ഞു, ഇങ്ങനെ ഒരു ആശയം വേണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്ത് ചെയ്യാം, ഈ പാട്ട് തന്നെ എടുത്തിട്ട് നമ്മൾ വേറെ വിഷ്വലൈസ്. ഞാൻ പറഞ്ഞു, ഈ പാട്ട് എങ്ങനെയാ വിഷ്വലൈസ് ചെയ്യുക, ഇത് വേറെ സബ്ജക്റ്റാണ്. അങ്ങനെ റഫീഖിനോട് പറഞ്ഞു. റഫീഖ് ഫ്രീ ആയിട്ട് അതിനുള്ള മാറ്റങ്ങൾ ചെയ്തു തന്നു. ഞാൻ ഫ്രീ ആയിട്ട് മ്യൂസിക്കും ചെയ്തു കൊടുത്തു. അപ്പൊ പിന്നെ ഫ്രീ ആയിട്ട് പാടുന്ന ഒരാളെ വേണം, കാശില്ല. കാരണം ഇതിന്നൊന്നും മോണിറ്ററി ബെനിഫിറ്റ് ഉദ്ദേശിക്കുന്നില്ല, നല്ലൊരു ഉദ്ദേശത്തോട് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയാവുന്ന എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തൊരു ആൽബം ഉണ്ടാക്കി. അത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട്. അതിന്റെ പേര് കരുതൽ 2 എന്നാണ്. അതിന് പാടിയിരിക്കുന്നത് റുഷേൽ എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയാണ്. ആ പാട്ട് റിലീസായിട്ടുണ്ട്. ചിറകുമുളച്ചു പുലരി വിളിച്ചു ഇത് പൂക്കാലം നവകൗമാരം പറന്ന് 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 ചെല്ലാൻ തുടിക്കുമുള്ളിലൊരുന്മാദം പറന്ന് 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 ചെല്ലാൻ മനം തൊടും
Rising high, chasing the skies. We have the power, there's no limits to desire. We thought we're free, there's no limits meant to be. ഭൂമിയൊരുങ്ങി നമ്മൾക്കായി പൂക്കൾ വിടർന്നത് നമ്മൾക്കായി പറക്കുവാനായി ചിറകുകൾ തന്നും നിഗൂഢവീഥികൾ തേടിയതിന്റെ കൊതിച്ചു പായും നേരത്തിനെയും തനിച്ചിരിക്കുവതെന്തേ നീ മടുത്തിരിക്കും നേരത്തുള്ളില് വെളിച്ചമാകെ അണഞ്ഞിടും. You can go and fly high in the sky. Don't you come back home full of tears. ചിറകുകൾ കുഴയാമടി നിലത്തെത്താമൽപ്പമൊന്നു പിഴച്ചാൽ വീഴാം. അഗാധഗർത്തമിതേ വഴിയിൽ, ഇരുൾ ചതിക്കുഴി വഴിയിൽ, നിറങ്ങൾ മായും സ്വരങ്ങളിടറും നിഴൽ കയത്തിൽ നുഴലും നീ. നമുക്കു ചുറ്റും കറങ്ങി നിൽക്കും വിശാല ലോകമടങ്ങിടും. നിന്നെ അറിയാതായിടും നിന്നുലകമില്ലാതാകും. You can go and fly high in the sky. Don't you come back home full of tears. വിരൽ തൊടും നിലാവാനം വിരിഞ്ഞിടും നിന്നുയിരിലും ചിറകുമുളച്ചു. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത്ര നല്ലൊരു പാട്ട് നമ്മളിലേക്ക് എത്തിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്തായാലും രമ്യയുടെ മാർക്സ് അതെ എത്രയാണെന്ന് അറിയണ്ടേ? ഓക്കെ, ജഡ്ജസ് എത്ര മാർക്സ് ആണ് രമ്യക്ക് നൽകുന്നത് നമുക്കറിയണം. അതിനു മുമ്പ് മെന്റേഴ്സിന്റെ മാർക്സ് എത്രയാണെന്നുള്ളത് ജഡ്ജസിനെ അറിയിക്കും. രമ്യ, യുവർ മാർക്ക് ഈസ് 94 out of 100. താങ്ക് യു ചേച്ചി, താങ്ക് യു.
94 on 100. ഫസ്റ്റ് റൗണ്ടിൽ നല്ല എത്രയാണ് മാർക്കാണ്. കിട്ടിയത്? 94. Same, same. കൺസിസ്റ്റൻസി. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഘട്ടത്തിലെ 2 റൗണ്ടുകൾ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി ഫ്രണ്ട്ഷിപ്പ് വൈബ്സ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു വിദ്യ. ഡാൻസ്
അടിപൊളി. അടിപൊളി അടിപൊളി. ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഡാൻസ്. ആ ഞങ്ങളത് ഓടി കണ്ടു. വരണ്ടേ? എനിക്ക് അവിടെ ഇരുന്ന് ഡാൻസ് കളിച്ചാൽ മതിയോ? കേക്കിന്റെ മുകളിലൊക്കെ എടുത്ത് വെക്കൂലേ അതുപോലെ അല്ലേ തീർച്ചയായിട്ടും. ക്യൂട്ട് എന്റെ അടുത്ത് പോക്കറ്റിൽ ഇട്ടോണ്ട് പോവാൻ തോന്നുന്നു അതുപോലെ ഉണ്ട്. ശരിക്കും ആ സിനിമയിലെ ഗോപിക മാം ഇതേ കോസ്റ്റ്യൂമാണ് ആദ്യത്തെ കോസ്റ്റ്യൂം ഇതാണ്. കോസ്റ്റ്യൂം എനിക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തന്നത് ഞങ്ങളുടെ എനിക്ക് എല്ലാ ഡ്രസ്സും തച്ച് തരാറുള്ള ചേച്ചിയാണ് ജ്യോതി. ജ്യോതി ആന്റിക്ക് ഇതിന്റെ ക്രെഡിറ്റ് പോകും. കാരണം പുള്ളിക്കാരിക്ക് അതെ സന്തോഷമാണ് കറക്റ്റ് അതേപോലെ തന്നെ ഉണ്ട്. ക്രെഡിറ്റ് പോണെന്ന് ക്രെഡിറ്റ് പോകും പറഞ്ഞപ്പോ വേറെ ആർക്കോ ക്രെഡിറ്റ്. ശരി ഇനി പാട്ട് പോയ ചർച്ചാ episode വിഷയമാവും നോക്കാം. നിങ്ങളല്ലേ മഞ്ഞസാരി ഉടുത്തിട്ട് വന്നേ? ആ 2 ബേബി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? Correct. ആദ്യമായിട്ടാണ് ബേബിക്ക് 2 ബേബി. ഔസേപ്പച്ചൻ സാർ എങ്ങനെ ഉണ്ടായിരുന്നോ? ഫയർ വർക്ക് പോലെയായിരുന്നു, വെട്ടിക്കെട്ട് എന്നൊക്കെ പറയില്ല. ഫയർ വർക്ക് പോലെ. താങ്ക് യു സർ. അനുപല്ലവി ഞാൻ ഗുഡ് എഴുതി, ചരണം വന്നപ്പോ ഞാൻ സൂപ്പർ എഴുതി. താങ്ക് യു സർ. വെരി ഗുഡ് ആറ്റിറ്റ്യൂഡ്. ആ പാട്ടിന് വേണ്ടുന്ന ആറ്റിറ്റ്യൂഡ് ഫുൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഒരു സംഭവം, ഞാനിവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് 2 സംഗതി പാടി 2 സംഗതി എന്താണത്? അല്ല ഇപ്പൊ കുഴപ്പമില്ല ചേട്ടാ, ഇപ്പൊ കുഴപ്പമില്ല. അത് ആ ഡാൻസിന്റെ കൂടെ വന്നപ്പോ അത് സാരമില്ല, നന്നായിരുന്നു. വെരി ഗുഡ്, എക്സലന്റ്. താങ്ക് യു. ഇത്രയും നന്നായിട്ട് പാടിയില്ലേ അല്ലേ? അപ്പൊ നമുക്ക് ആ ഒരു വേഗത കേട്ടപ്പം എന്തോ പാടുന്ന ക്ലിയറേ ആയില്ല. ഇപ്പൊ എന്താണെങ്കിലും പാടിയപ്പോ അത് ക്ലിയർ ആയി. പക്ഷെ നന്നായിട്ട് നല്ല ആറ്റിറ്റ്യൂഡ്, നല്ല ക്ലിയർ ആയിരുന്നു, നല്ല ത്രോ ആയിരുന്നു വോയിസിന്. ഇന്ന് ഈ പാട്ട് നന്നായിട്ട് നല്ല ഇതായിട്ട് പാട്ടിന് എന്ത് വേണോ അത് നമുക്ക് ആ ഒരു ഫീൽ കിട്ടി. ആൻഡ് കോറസ് അവരൊക്കെ നല്ല ഡാൻസ് ഒക്കെ ആടി. ഇപ്പൊ നമ്മളെ കോറസും ഇവിടെ പിള്ളേരൊക്കെ അങ്ങോട്ട് മാറി. ഇനിയിപ്പൊ അവര് നിങ്ങളെ പോലെ അവിടെ വന്ന് ഡാൻസ് കളിക്കുമോ? അവർക്ക് അവരുടെ പാട്ടിൽ മാത്രമേ ടെൻഷൻ ഉള്ളൂ, വേറെ എല്ലാവരുടെയും പാട്ട് ഭയങ്കര ഓക്കെ ഗോഡ് ബ്ലെസ് യു. ശിവാംഗി, എനിക്ക് വന്ന് ചേച്ചിയുടെ കോസ്റ്റ്യൂം, ആ മണ്ടയിലിരിക്കുന്ന ആ സാധനം, അതെല്ലാം എനിക്ക് വന്ന് ഭയങ്കര ക്യൂട്ടായിരുന്നു. പാട്ട് കൂടെ സൂപ്പർ ഉണ്ടായിരുന്നു, നല്ല പ്രസൻസ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മൾ കിടക്കാണ്. അതെ, മാർക്സ് അറിയുന്നതിന് മുമ്പ്, അതിന് മുമ്പ് അല്ല, വിദ്യനെ അടുത്തറിയാവുന്ന ഒരാള് നമുക്ക് ഇവിടെ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാലോ വിദ്യ? കണ്ടാലോ? കാണാം. ഓക്കെ ഓക്കെ. ഹലോ വിദ്യ, ഒത്തിരി സന്തോഷവും അഭിമാനം കേട്ടോ. വർഷങ്ങൾക്ക് ശേഷം ഇത്രയും വലിയ ഫ്ലവേഴ്സിൻ്റെ ഒരു ഫ്ലോറിൽ ഇത്രയും ശ്രേഷ്ഠരായ ജൂറിയുടെ മുമ്പിൽ നീ പാടാനും മത്സരിക്കാനും ഒക്കെ നിൽക്കുന്നത് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷവും അഭിമാനവും. വർഷങ്ങൾക്ക് മുമ്പ് കലാഗ്രാമത്തിൽ നീ വന്ന് പഠിച്ച് ഞങ്ങളുടെയൊക്കെ പ്രത്യേകിച്ച് നല്ലൊരു കുഞ്ഞായി. അന്നും ഇന്നും നീ കുഞ്ഞാണ്, പക്ഷേ നിന്നിൽ നിന്ന് വരുന്ന ഗാനം ഒത്തിരി വലുതാണ്, സംഗീതം ഒരുപാട് വലുതാണ്. നിനക്ക് ഒത്തിരി ദൈവാനുഗ്രഹം ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇത്രയും വളരാനും ഇത്രയും വലുതാകാനും നിനക്ക് സാധിച്ചതിലുള്ള അഭിമാനം. വർഷങ്ങൾക്ക് മുമ്പ് കലാഗ്രാമത്തിൽ വെച്ച് നമ്മുടെ പാട്ടുകൾ പാടി സംഗീതം പഠിച്ച് നീ നല്ല മിടുമിടുക്കിയായിട്ട് നിന്നെക്കുറിച്ച് ഒത്തിരി അഭിമാനമാണ്. കാരണം നീ വളരെ ശാന്തയായ ഒരു കുട്ടിയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. ഉയരങ്ങളിലേക്ക് പറക്കുക. ഒത്തിരി ഒത്തിരി ആശംസകൾ കേട്ടോ. താങ്ക് യു. ചിരിച്ചോണ്ടിരുന്ന കൊച്ചിനെ ചിരിച്ചിരിച്ച് കരഞ്ഞു. വിദ്യ ചേച്ചി ഇങ്ങനെ കരയുന്ന അളവിന് ആരാണ്? ഫാദർ ജോയ് ചെഞ്ചേരി. ഞാൻ പാട്ട് പഠിച്ചത് MCBS കലാഗ്രാമത്തിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ സുരേഷ് ദാസ് സാറിൻ്റെ കീഴിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ അഡ്മിഷൻ എടുത്ത് കയറിയപ്പം മുതൽ എല്ലാത്തിനും എനിക്ക് സപ്പോർട്ടായിട്ട്, എല്ലാ രീതിയിലും സപ്പോർട്ടായി. എനിക്ക് പാട്ട് പഠിക്കാൻ ആ സമയത്ത് പാട്ട് പഠിക്കാൻ വേറെ ഓപ്ഷനൊന്നുമില്ല, മൊബൈൽ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് ഫാദർ ഒരു കമ്പ്യൂട്ടർ തന്നെ മേടിച്ച് തന്നിട്ട് ഇതിലിട്ട് പാട്ട് പഠിച്ചോ എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട്. എനിക്കറിയില്ല, എല്ലാ രീതിയിലും ഈ ഒരുപാട് നാളായി ഞാൻ കണ്ടിട്ട്. പക്ഷെ ഞാൻ ഓർക്കും, ഞാൻ മെസ്സേജൊക്കെ അയച്ചിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഒരുപാട് നന്ദിയുണ്ട് ഫ്ലവേഴ്സ് ടിവി. ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വിദ്യക്ക് അറിയില്ലായിരുന്നു, വിദ്യയുടെ അമ്മ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ഇങ്ങനെ ഒരു ആളുണ്ട്, ആളുടെ വീഡിയോ എടുത്താൽ ഒരുപാട് ആവും എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ആ വീഡിയോ എടുത്ത് ഇവിടെ പ്രസന്റ് ചെയ്തത്. വിദ്യക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു. വിദ്യക്ക് ഇത് ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. ഞാൻ എന്തെങ്കിലും ആയിത്തീരണം, എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. MCBS ഫാമിലി മൊത്തം അങ്ങനെ തന്നെ. ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ സുരേഷ് ദാസ് സാറ് എന്നെ അവിടെ പഠിപ്പിച്ചത് സുരേഷ് ദാസ് സാറാണ്.
സാറ് ഇപ്പോഴും ഞാൻ ഏത് പാട്ടാണ് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അത് കേട്ടിട്ട് എനിക്കത് ഫോണിൽ കൂടെ പഠിപ്പിച്ച് തന്നിട്ടാണ് ഇങ്ങോട്ട് വിടുന്നത്. അപ്പോൾ ഇവരെല്ലാം ആണ് എന്നെ ഇത് ഞാനാക്കിയത്. അതെ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫ്ലവേഴ്സ് TV. രജി സർ, താങ്ക് യു. So sweet, so sweet. സന്തോഷായില്ലേ? നമുക്ക് ഇതേ സന്തോഷത്തിൽ മാർക്സിലേക്ക് കടക്കാം. ഓക്കെ. ജഡ്ജസ് വിധിക്ക് നൽകുന്ന മാർക്സ് എത്രയാണെന്നുള്ളത് നമുക്കറിയണം. ആദ്യം മെന്റേഴ്സിന്റെ മാർക്സ് ജഡ്ജസിനെ അറിയിച്ചതിന് ശേഷം. അപ്പൊ വിദ്യയുടെ മാർക്ക് ഞാൻ പറഞ്ഞു തുടങ്ങാം. ഒരിടത്ത് നിൽക്കും. 90, 91, 92, 93, 94, 95, 96, 97. വിദ്യ 97 മാർക്സ് ആണ് രണ്ടാമത്തെ റൗണ്ടിൽ വിധിക്ക് ലഭിച്ചിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ എത്രയായിരുന്നു? 94.5. 94.5 നല്ല ആയിരുന്നു. score ആണ്. അതെ, നല്ല മാർക്സ് ഒരുപാട് ആണ്. സന്തോഷം കേട്ടോ, കാരണം ഞാൻ 95 ഇതുവരെ അങ്ങോട്ട് കടന്നു. ഒരുപാട് സന്തോഷം. ഇപ്പൊ കാലെടുത്ത് വെച്ചില്ലേ? അതെ, ഇനി നമ്മൾ സന്തോഷം. മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പൊ പ്രേക്ഷകരെ, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും, ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ബാക്കി പെർഫോമൻസുകൾ അടുത്ത ദിവസം കാണാം. അതെ, എനിക്ക് നല്ല കാത്തിരിക്കുകയാണ്. വിഷമമുണ്ട്. നമ്മുടെ അതെ. പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഇവരുടെ പെർഫോമൻസ് കാണാൻ. നമ്മുടെ കണ്ടസ്റ്റൻസ് കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് മുമ്പിൽ പെർഫോം ചെയ്യാൻ. അങ്ങനെ ഒരുപാട് കാത്തിരിപ്പുകളുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം തൽക്കാലം ടാറ്റ ബൈ ബൈ പറഞ്ഞ് അടുത്ത ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം. ടാറ്റ ബൈ, ഗുഡ് നൈറ്റ്.